10ാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 3 മൈനസ് മോഡ് എക്സ്. 3 മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് വാല്യൂസും വൈ വാല്യൂസും കണ്ടെത്തണം. എക്സ് വാല്യൂ ആയിട്ട് നമ്മൾ -4, -3, -2, -1, 0, 1, 2, 3, 4 വരെയുള്ള വാല്യൂസ് എടുക്കുന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് നമ്മൾ കണ്ടെത്തണം. വൈ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എഫ് ഓഫ് എക്സ് വാല്യൂസ് ആണ്. എക്സിന്റെ ഇമേജിനെയാണ് നമ്മൾ വൈ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സിന്റെ ആദ്യത്തെ വില -4 എന്ന് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇമേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. 3 മൈനസ് മോഡുലസ് ഓഫ് -4, അതായത് 3 മൈനസ് മോഡുലസ് ഓഫ് -4 4 ആണ്. 3 മൈനസ് 4 -1 എന്ന് വരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത വാല്യൂ, അതായത് എക്സിന്റെ സ്ഥാനത്ത് -3 എന്ന് കൊടുക്കുമ്പോൾ 3 മൈനസ് മോഡുലസ് ഓഫ് -3, അതായത് 3 മൈനസ് 3 വാല്യൂ 0 എന്ന് വരുന്നു. വീണ്ടും നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് അടുത്ത വാല്യൂ കൊടുക്കുന്നു, അതായത് -2, 3 മൈനസ് മോഡുലസ് ഓഫ് -2, അതായത് 3 മൈനസ് 2 1 എന്ന് വരുന്നു. ഇനി നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് അടുത്ത വില -1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 മൈനസ് മോഡുലസ് ഓഫ് -1, 3 മൈനസ് 1, അതായത് 2 എന്ന് വരുന്നു. എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 മൈനസ് 0, 3 എന്ന് വരുന്നു. എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 എന്ന് വരും. എക്സിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 എന്ന് വരും. എക്സിന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 എന്ന് വരും. എക്സിന്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ -1 എന്ന് വരും. ഇങ്ങനെ നമ്മൾ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആക്സിസ് വരച്ച് ഈ പോയിന്റ്സിനെ അവിടെ പ്ലോട്ട് ചെയ്യണം. നമുക്ക് ഈ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് -4, -1, എക്സ് -4ഉം വൈ -1ഉം ആണ്. -4, -1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് -3, 0, എക്സ് -3ഉം വൈ 0ഉം ആണ്. അത് എക്സ് ആക്സിലെ -3 ആണ് ആ പോയിന്റ്, നമ്മളത് പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് -2, 1, എക്സ് -2ഉം വൈ 1ഉം ആണ്. -2, 1 എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് -1, 2, എക്സ് -1ഉം വൈ 2ഉം ആണ്. ആ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് 0, 3, എക്സ് 0ഉം വൈ 3ഉം ആണ്. 0, 3 പ്ലോട്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ് 1, 2, എക്സ് 1ഉം വൈ 2ഉം ആണ്. ആ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് 2, 1, എക്സ് 2ഉം വൈ 1ഉം നമ്മൾ പ്ലോട്ട് ചെയ്തു. അടുത്ത പോയിന്റ് 3, 0, എക്സ് ആക്സിലെ 3 ആണ് ആ പോയിന്റ്. അടുത്ത പോയിന്റ് 4, -1, എക്സ് 4ഉം വൈ -1ഉം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നു. ഇതാണ് ഈ തന്നിരിക്കുന്ന 3 മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ്. അടുത്തതായി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷന്റെ റേഞ്ച് എഴുതാനാണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഗ്രാഫിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് നമുക്ക് തരുന്ന വൈ വാല്യൂസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഗ്രാഫിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വൈ വാല്യൂസ്, ആ വൈ വാല്യൂസിനകത്തെ ഏറ്റവും കൂടിയ വിലയായിട്ട് നമ്മൾ കാണുന്നത് 3 ആണ്. 3യുടെ താഴേക്കുള്ള വിലകളെല്ലാം ഈ ഗ്രാഫിൽ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അതായത് -∞ മുതൽ 3 വരെയുള്ള വാല്യൂസ് ഇതിന്റെ ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ -∞ 3. ഇതാണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച്. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് വിലകൾ. ഈ ഫംഗ്ഷന് സാധ്യമാകുന്ന എക്സ് വിലകൾ, അല്ലെങ്കിൽ ഇതിന് സാധ്യമാകുന്ന റിയൽ നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പം അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇമേജ് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ എന്നായതുകൊണ്ട് തന്നെ എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂവും വരാനായിട്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം റൂട്ടിനകത്ത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കാണാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ ഇമേജ് കിട്ടണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് സ്ക്വയർ എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പോസിറ്റീവ് ആയിരിക്കണം. 0യോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കണം. 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. അതായത് 4 എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിനേക്കാൾ വലുതായിരിക്കണം. എന്നാൽ മാത്രമേ 4ൽ നിന്നും എക്സ് സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വരികയുള്ളൂ
എന്ന രീതിയിൽ നമ്മൾ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് മനസ്സിലാക്കുന്നു. അതായത് തിരിച്ചെഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് എക്സിന്റെ സ്ക്വയർ 4-നേക്കാൾ ചെറുതായിരിക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ 4ഓ അതിൽ ചെറുതോ ആയിട്ട് വരുന്ന ആ റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ആലോചിച്ച് തന്നെ അത് എഴുതാനായിട്ട് സാധിക്കും. ക്ലോസ്ഡ് ഇന്റർവൽ -2 to 2. -2നും 2നും ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ -2 മുതൽ 2 വരെയുള്ള ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സ്ക്വയർ 4 അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. ഈ ഇന്റർവെലിന് വെളിയിലുള്ള വാല്യൂസ് ഒന്നും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ 4-നേക്കാൾ ചെറുതായിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ -2 മുതൽ 2 വരെയുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇമേജ് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -2 to